എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ ഒരുപാട് സങ്കടത്തോടെ ബാലേന്ദ്രൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുവിനോടും അലീനയോടും ഒന്നും ഇല്ലാത്തടത്തു നിന്ന് തുടങ്ങിയതാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു, അവിടെ നിന്നാണ് എൻ്റെ ഈ ജീവിതം കെട്ടിപ്പടുത്തത്. അന്ന് ഞാൻ കരുതി എനിക്കെല്ലാം ആയി, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സ്വത്തുണ്ട്, കടകളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അങ്ങനെ എല്ലാമായി നല്ലൊരു ജീവിതം ഇനി മുന്നോട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ കരുതി ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ, ഒരാളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല, എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമാവുകയാണ്. അതിനിടയ്ക്ക് അലീന പല തവണ ഇടയ്ക്ക് കയറി സംസാരിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, അച്ഛൻ തളർന്നു പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പിന്നെ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം ബാലേന്ദ്രൻ്റെ മനസ്സ് ആകെ കലുഷിതമാണ്, അങ്ങ് സഹിക്കാൻ പറ്റാത്ത വിഷമം മനസ്സിലുണ്ടെന്ന് മനസ്സിലാകുന്ന മനു പറയും, വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്ക്, നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോകാം, സർബത്തോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് എത്തുന്ന കേട്ടോ കാണിക്കുന്നത്. വീട്ടിലെത്തി ബാലേന്ദ്രൻ അകത്തോട്ട് പോകുമ്പം മനു വന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ പോകും കേട്ടോ എന്ന്. അന്നേരം നിനക്ക് പോകാൻ ധൃതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പോയിട്ട് എനിക്ക് വർക്ക് തുടങ്ങണം, ഇനിയും കുറേ വർക്ക് പെൻഡിങ് ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ നീ പോയിക്കോ, ഞങ്ങളുടെ കൂടെ വന്നതിന് താങ്ക്സ് കേട്ടോ എന്ന് പറയുമ്പം, അയ്യേ എല്ലാം നശിപ്പിച്ചു എന്ന് മനു പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, താങ്ങുന്നവൻ പലപ്പോഴും താങ്ങുന്നതിൻ്റെ ഭാരം അറിയാറില്ല, പക്ഷേ തളർന്നു പോയവൻ അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ബാലേന്ദ്രൻ. ബാലേന്ദ്രനകത്തോട്ട് പോയി കഴിയുമ്പം അലീന മനുവിനോട് പറയും, അകത്ത് കയറിയിരിക്കെ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിന് പറ്റിയ സാഹചര്യവും സന്ദർഭവും ഇതല്ല. നീ ഒരുപാട് ടെൻഷനിലാണ്, വൈജാൻ്റിയും അതുപോലെ അങ്കിളിൻ്റെ ആരോഗ്യവും ഇവിടുത്തെ പ്രശ്നങ്ങളും രോഹിത്തിൻ്റെ ജയിൽവാസവും എല്ലാം നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ശരിയാ, എന്നെ അതെല്ലാം ബാധിക്കുന്നുണ്ട്, എനിക്കതിൻ്റെ എല്ലാം ടെൻഷനുണ്ട്, പക്ഷേ എല്ലാം നേരെയാകും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്നിങ്ങനെ പറയുന്നു. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം അലീന മനുവിനോട് ചോദിക്കുവാണ്, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന്. അന്നേരം അങ്ങനെയൊന്നുമില്ല, അതെന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ചെറിയ സംശയം പോലെ തോന്നി എന്നിങ്ങനെ പറയുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, ദേഷ്യമില്ല, ചില ചെറിയ ചെറിയ പരിഭവങ്ങളുണ്ട്, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞ് വണ്ടി കയറി പോവാണ്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഗ്ലാസ് താത്തി യാത്ര ചോദിച്ചിട്ടാണ് മനു അങ്ങോട്ട് പോകുന്നത്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് അലീനകത്തേക്ക് പോരുന്നു. ഈ സമയം ബാലേന്ദ്രൻ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകുമെന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു. അന്നത്തേക്കും ശിവൻ വിളിക്കും കേട്ടോ. ബാലൻ ഫോൺ എടുത്ത് കഴിയുമ്പം ജയിലിൽ പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശിവൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രോഹിത് ആകെ തളർന്നു പോയി, അവന് ഇപ്പം ജീവിക്കണമെന്ന് പോലുമില്ല, ജാമ്യമൊന്നും വേണ്ട, അവൻ അവിടെ കിടന്ന് ചത്തോളാം എന്നാ പറയുന്നത് എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ആകെ വിഷമമായിരിക്കും, പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും, അതങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹരിയുടെ അത്രയും മനക്കെട്ടിയൊന്നും അവനില്ല, ഇനിയിപ്പം അവിടുന്ന് പുറത്തിറങ്ങി വന്നാലും അവന് ഒരു നല്ല ലൈഫൊന്നും കിട്ടില്ല അല്ലേ എന്നിങ്ങനെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, താനിങ്ങനെ തളരാതെടോ, ഇതിനൊക്കെ മാറ്റം വരും, നമ്മളോർക്കും എല്ലാം നഷ്ടപ്പെട്ടു, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ ഇതെല്ലാം മറക്കും, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇവിടെ നിർത്തണ്ട, വേറെ എവിടേക്കെങ്കിലും മാറ്റാം എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ അവനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ജില്ല വിട്ട് പുറത്തു പോകാനൊന്നും സാധിക്കില്ല, പിന്നെ ഇനിയും അവരെ നമ്മുടെ കൺവെട്ടത്തിൽ നിന്നും മാറ്റി താമസിപ്പിക്കുന്നത് ശരിയാകിയല്ല, ഇനിയെങ്കിലും അവർ നമ്മുടെ നിയന്ത്രണത്തിൽ വരണം, അവർ ഇനി ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി വീഴാതെ അവരുടെ ജീവിതം രക്ഷിച്ചെടുക്കണം എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. അന്നേരവും ബാലേന്ദ്രന് ആകെ ഒരു നിരാശയാണ്, ഇതൊക്കെ നടക്കുമോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പം ശിവൻ പറയുവാണ്, താൻ ഇങ്ങനെ തളർന്നു പോകരുത്, ഞാനും രാജീവനൊക്കെ തിരിച്ചു പോകേണ്ടവരാണ്, ഞങ്ങൾ പോയി കഴിയുമ്പോൾ താൻ ഇവിടെ ഉണ്ടല്ലോ എന്നതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം, ഞങ്ങൾ പോയതിന് ശേഷം ഇതെല്ലാം നോക്കേണ്ടത് താനല്ലേടൂ, താൻ എന്താ ഇങ്ങനെ തളരാതെ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല, മനസ്സിലെ വിഷമം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അന്നേരം വിഷമിക്കാതെ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശിവൻ ഫോം വയ്ക്കുന്നത്. ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കട്ടിലിൽ കിടക്കുക കേട്ടോ ബാലേന്ദ്രൻ. അന്നേരമാണ് അടുത്ത മാരണമായിട്ട് ബബിത കയറി വരുന്നത്.
ബബിത കയറി വരുന്നത് ബാലേന്ദ്രനോട് ചോദിക്കുന്നത് അച്ഛൻ അവിടെ ചെന്നിട്ട് രോഹിയേട്ടനെ കണ്ടോ എന്നുമാണ്. അന്നേരം കണ്ടു, അവനാകെ വിഷമത്തിലാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ കൂടെ അവളെ കൊണ്ടുപോകണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നതേക്ക് ദേഷ്യം വരും കേട്ടോ ബാലേന്ദ്രന്. അവൾ എന്നല്ല അലീന ചേച്ചി എന്ന് പറയുന്നതേക്കും അലീന ചേച്ചി അവളെ കൂടെ കൊണ്ടുപോകണ്ടായിരുന്നു, അവളുടെ മുമ്പിൽ ആകെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ രോഹിയേട്ടനെ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടത് അവളുടെ മുമ്പിൽ തന്നെയാണ്, അവൻ അവളോട് ചെയ്തത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പം ബബിത പറയുവാണ് അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും അവളുടെ സൈഡ് പിടിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കവർ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഇതൊരു രജിസ്ട്രേഡ് ലെറ്റർ ആയിരുന്നു, ഞാൻ സൈൻ ചെയ്ത് മേടിച്ചു എന്ന് പറയും. അത് പൊട്ടിച്ച് നോക്കുവാണ് ബാലേന്ദ്രൻ. പൊട്ടിച്ച് നോക്കുമ്പം അത് വൈജയന്തിയുടെ വക്കീൽ നോട്ടീസ് ആട്ടോ, ഡിവോഴ്സിനായിട്ടുള്ള. അത് കണ്ടിട്ട് കൊള്ളാലോ, കറക്റ്റ് സമയത്ത് തന്നെ അവളിങ്ങോട്ട് അയച്ചു, കൊള്ളാം എന്നിങ്ങനെ പറയുമ്പം ബബിത പറയുന്നുണ്ട് അമ്മ ഇത് നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നല്ലേ, അച്ഛനും അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഗോവർദ്ധനോട് പറഞ്ഞായിരുന്നു, പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇതിങ്ങെത്തും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കറക്റ്റ് സമയത്ത് തന്നെ ഏതായാലും വന്നു എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുവാണ് അമ്മ ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്തത്, അമ്മ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞതാണ്, ആരും അതിന് വില കൊടുത്തില്ല, കൊല്ലപ്പള്ളിയിലുള്ളവരോടും അമ്മ ഇതെല്ലാം പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് അവളുടെ അമ്മ ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെയാണ് അവൾ ഇതെല്ലാം ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്, ഒരു കുടുംബം തൊലച്ചിട്ടാണ് 2 കാലും ഓടിച്ച് കൈ ഓടിച്ച് തവളയെപ്പോലെ അവളവിടെ പോയി കിടക്കുന്നത്, അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പം ബബിത പറയുന്നുണ്ട് അലീനെ അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല, എനിക്കും പറ്റത്തില്ല, അതാണ് ഇതിനെല്ലാം പ്രശ്നം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളെ എല്ലാവരും നീ ഉൾപ്പെടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും നിൻ്റെ അമ്മ സഹിതം എന്ന് പറയുമ്പം അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ബബിത പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടി നിനക്ക് എന്തറിയാം, നീ വെറും ശിശു, ഇതിൻ്റെ അകത്ത് നടക്കുന്നതൊന്നും നിനക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയുന്നു. അന്നേരവും ബബിത ബാലേന്ദ്രനെ എതിർത്ത് സംസാരിക്കുക കേട്ടോ. വൈജയന്തിയുടെ സൈഡ് പിടിച്ച് പറയുവാണ് അമ്മ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു, അമ്മ കുറേ സഹിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ അമ്മ സഹിച്ചു പോലും, നീ എന്നോട് അവളെപ്പറ്റി പറയാൻ നിൽക്കരുത്, അവൾ ജനിച്ച കാലം തൊട്ട് ഞാൻ അവളെ കാണുന്നതാണ് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് ഞാനും ജനിച്ചപ്പോൾ തൊട്ട് അമ്മയെ കാണുന്നതാണ്, അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ അറിഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ട് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ, അവൾക്ക് അവളുടെ മകനോ മക്കളോ ഒന്നും പ്രശ്നമല്ല, കുഴപ്പമില്ല, ഡിവോഴ്സെങ്കിൽ ഡിവോഴ്സ് നമുക്ക് കാണാം എന്നിങ്ങനെ പറയുമ്പം ബബിത ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അലീനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ അച്ഛൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഇറക്കി വിടിയേല എന്ന് തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ പറയുന്നു. എങ്കിൽ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോവാണ്, അവളും വിട്ടു കൊടുക്കുന്നില്ല. അവളങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇറങ്ങി പോകുമ്പോഴാണ് അലീന കയറി വരുന്നത്. അപ്പോൾ അലീന ഈ ബഹളം വെക്കുന്നത് കേട്ടായിരുന്നു. അലീന നേരെ റൂമിലേക്ക് വരുന്നു. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ കട്ടിലിൽ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക. അന്നേരം ചായ ആയിട്ടാണ് റൂമിലേക്ക് വന്നത്. അലീന ചായ അവിടെ വെച്ചിട്ട് അടുത്ത് വന്നിട്ട് എന്താ അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടില്ല, കാര്യം പറഞ്ഞേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, അച്ഛൻ ഇവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കയറി വന്നപ്പോഴേ കേട്ടല്ലോ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് കാര്യം മനസ്സിലാകണമെങ്കിൽ ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ, അതുകൊണ്ടായെന്ന് പറയുമ്പോൾ എന്താ അച്ഛാ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുവാണ് അലീന. അന്നേരം ദേ ഇരിക്കുന്നൊരു സാധനം എടുത്തു നോക്കുക, അവളുടെ ഡിവോഴ്സ് നോട്ടീസാണ് എന്ന് പറയും. അലീന അത് എടുത്ത് നോക്കി കഴിയുമ്പോൾ ആകെ വിഷമാവുകയെ. എന്നാലും അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട, ഒന്നും അറിയാതെയല്ലേ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുവാണ്, മേഡം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒന്നും അറിയാതെയൊന്നുമല്ല, എല്ലാം അറിയാം, അവൾക്ക് ഒരേ ഒരു കാര്യമേ അറിയത്തില്ലാത്തതായിട്ടുള്ളൂ, 23 വർഷം മുമ്പ് അവൾ പ്രസവിച്ച മകളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൾക്കറിയത്തില്ല, അവളെയാണ് ശത്രുവായി പ്രഖ്യാപിച്ചേക്കുന്നതെന്നും അറിയത്തില്ല, ബാക്കിയെല്ലാം അവൾക്കറിയാം എന്നിങ്ങനെ പറയുന്നു. ഏതായാലും ഇതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും, എല്ലാം ശരിയാകും, അച്ഛൻ വിഷമിക്കില്ലേ, അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ കയ്യിലോട്ടെടുത്ത് കൊടുക്കും. കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുവാണ്. ബാലേന്ദ്രൻ്റെ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയി, മുഖം കണ്ടാലേ അറിയാവേ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടെന്ന്. അതും മനസ്സിലാക്കി അലീന തലയിലൊക്കെ ഒന്ന് തലോടി കൊടുത്തിട്ട് അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ അതൊരു ആശ്വാസമാണ്. ഏതായാലും അത് കഴിഞ്ഞ് അലീന താഴേക്ക് വന്നിട്ട് മനുവിനെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. അന്നേരം മനു ഒക്കെ ഇതൊക്കെ അറിഞ്ഞു. അന്നേരം
ഇതൊക്കെ മനുവേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് വയ്ക്കുമ്പം ഗോവർദ്ധന അങ്കിളിനോട് ആൻറ്റി പറഞ്ഞായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഗോവർദ്ധന അങ്കിളാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. പിന്നെ ഡിവോഴ്സ് നോട്ടീസ് അങ്കിളിൻ്റെ കയ്യിലോട്ട് എത്തിയ കാര്യം ഞങ്ങളാരും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാകിയല്ല, ആരെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ, അതുകൊണ്ട് ശിവൻ അങ്കിളിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറയാവോ അച്ഛനോട് എന്നിങ്ങനെ ചോദിക്കും. അതുപോലെ മേഡത്തിനോട് ഒന്ന് സംസാരിക്കാൻ പറ എന്നിങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഈ സംഭവം അറിഞ്ഞപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിയോട് സംസാരിച്ചതാണ്, പക്ഷെ പ്രയോജനമൊന്നുമില്ല, ആൻറ്റി എല്ലാം നശിപ്പിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുവാണ്, പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അലീന പറയും, എങ്കിൽ അച്ഛനോടൊന്ന് പറഞ്ഞ് സംസാരിക്കാവോ, അച്ഛന് എന്തോ ലഹരി കയറിയതുപോലെയാണ്, കോടതിയിലോട്ട് കേസ് എത്തട്ടെ, അന്നേരം മേഡത്തിൻ്റെ തൊലി ഉരിക്കും, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആഗ്രഹം നടന്ന കാര്യങ്ങൾ തൊട്ട് എല്ലാം അച്ഛൻ വിളിച്ചു പറയും, അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയല്ലേ, അതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പറ എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛൻ അവിടെ ഒന്ന് സംസാരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഹരിയുടെ കാര്യം ഓർത്ത് അച്ഛൻ ആകെ ടെൻഷനിൽ ഓടി നടക്കുവാണ്, അതുകൊണ്ട് കൊച്ചച്ഛനോട് പറയാമെന്ന് പറയും. അന്നേരം അലീന പറയുവാണ്, രാജീവങ്ങളും അച്ഛനുമായിട്ട് അത്ര രസത്തിലല്ലല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമാകില്ലേ എന്ന് വയ്ക്കുമ്പം അതൊന്നും സാരമില്ല, ഞാൻ ഏതായാലും കൊച്ചച്ഛനോട് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു. ഏതായാലും പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മനു ഫോം വയ്ക്കുവാണ്. ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ രാജീവൻ വീട്ടിലോട്ട് വരുവാണ്. അന്നേരം ബബിതയുടെ അഹങ്കാരം ആട്ടോ. അത് കണ്ടിട്ട് രാജീവൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് ഒന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്, നിൻ്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടെ ആകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ കട്ടക്കലിപ്പിലാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും കേസ് നടക്കട്ടെ, അവൾ കോടതിയിലേക്ക് എത്തണം, എന്നിട്ട് വേണം എനിക്ക് കുറേ കാര്യങ്ങൾ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ. മറു സൈഡിൽ വേറെ ഒരാൾ കൂടിയുണ്ട്, സ്റ്റാൻലി ജോസഫ്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുവാണ് രാജീവൻ. ഇതൊക്കെ താഴെ നിന്ന് അലീനയും കേൾക്കുന്നുണ്ട്. അലീനയ്ക്കും ആകെ ടെൻഷനാകുന്നുണ്ട്. ഏതായാലും ഡിവോഴ്സുമായിട്ട് വൈജയന്തി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈജയന്തി കീറി ഒട്ടിക്കും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.